കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ദേശീയ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ കോൺഗ്രസിനും പകരം മറ്റേതെങ്കിലും പ്രതിപക്ഷ നേതാവ് വരണമെന്ന ആവശ്യമുയർന്നിട്ട് കുറേയായി. ഹരിയാന, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോടെയാണ് കോൺഗ്രസിന്റെ മേധാവിത്വം ഇന്ത്യ മുന്നണിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പലരും മമതാ ബാനർജിയെ നേതാവാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു ഭാഗത്ത് കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉയരുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി കടന്നു ചെന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്ന് കോൺഗ്രസിനെ നീക്കം ചെയ്യണം എന്നാണ് ഇപ്പോൾ അതിലെ പ്രമുഖ ഘടകകക്ഷിയായ ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നത്. ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ AIPയുടെ നേതൃത്വത്തിലാണ് ഡൽഹിയിലെ ഗവൺമെന്റ് ഉള്ളത്. അവിടെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഡൽഹിയിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായിട്ടാണ് മത്സരിച്ചത്. ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളിൽ 4 ആം ആദ്മി പാർട്ടിയും 3 കോൺഗ്രസുമാണ് മത്സരിച്ചതെങ്കിലും എല്ലാവരും BJPയോട് പരാജയപ്പെടുകയായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത് പാർട്ടിക്കെതിരായ ആരോപണങ്ങളുമായി ഡൽഹിയിലെ PCC പ്രസിഡന്റ് രംഗത്ത് വന്നതോടെയാണ്. ഡൽഹിയിലെ PCC പ്രസിഡന്റ് അജയ് മാഖനാണ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്കെതിരായ ഒരു വൈറ്റ് പേപ്പറുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ആം ആദ്മി പാർട്ടിക്കെതിരെ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ PCC അധ്യക്ഷൻ തന്നെ ഉന്നയിച്ചിരിക്കുന്ന വൈറ്റ് പേപ്പറിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ, ഒന്ന്, ഇല്ലാത്ത ഡൽഹിയിൽ നടപ്പിലാക്കാത്ത കാര്യങ്ങൾ തങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആം ആദ്മി പാർട്ടി ചെയ്യുന്നത് എന്നാണ്. അതേപോലെ തന്നെ ഡൽഹിയിലെ മലിനീകരണ നിയന്ത്രണത്തിലായാലും അതേപോലെ തന്നെ ക്രമസമാധാന പാലനത്തിലായാലും ജനങ്ങളുടെ ക്ഷേമത്തിലായാലും പൂർണ്ണമായിട്ടും ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. അവർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്, അവർ അഴിമതിക്കാരാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരായിട്ട് കോൺഗ്രസിനെ ദേശീയ മുന്നണി ഇന്ത്യ മുന്നണിയിൽ തന്നെ പുറത്താക്കണം എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അതിഷിയും അതുപോലെയുള്ള സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കളൊക്കെ തന്നെ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ BJPക്കെതിരായ ദേശീയ സഖ്യം 36 പാർട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ ദേശീയ സഖ്യമാണ് കോൺഗ്രസ് രൂപീകരിച്ചിരുന്നത്, ഇന്ത്യ മുന്നണി എന്ന പേരിൽ. ഇപ്പോൾ ആ ഇന്ത്യ മുന്നണിയിൽ തന്നെ കോൺഗ്രസിനെ പുറത്താക്കണമെന്നാണ് അതിലൊരു പ്രമുഖ ഘടകകക്ഷി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഒന്ന്, കോൺഗ്രസിനെ ദേശീയ തലത്തിൽ പരിഗണനയിലായിരിക്കണം. രണ്ടാമത്തത്, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ സഖ്യം, ആ പ്രതിപക്ഷ സഖ്യം പരസ്പരം മല്ലടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ചാണ് മത്സരിച്ചതെങ്കിൽ ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും പരസ്പരം മത്സരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥികളാണ് എന്നാണ് പറയുന്നത്. അപ്പം കോൺഗ്രസിന് എതിരായിട്ട് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്ന ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ആം ആദ്മി പാർട്ടി നേതാക്കളെ വിമർശിക്കുന്ന കോൺഗ്രസ്സുകാർ BJP നേതാക്കളെ ഇതുപോലെ വിമർശിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ BJPയുടെ ഫണ്ട് വാങ്ങി BJP പറയുന്ന സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത് എന്നാണ് ഒരു ഭാഗത്ത് ആം ആദ്മി പാർട്ടി പറയുന്നത്. മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന, സഞ്ജീവനി യോജന തുടങ്ങിയ ആം ആദ്മി പാർട്ടി കൊട്ടിഘോഷിക്കുന്ന പരിപാടികൾ, അങ്ങനെ ഒരു പദ്ധതിയെ ഡൽഹിയിൽ ഇല്ലെന്നാണ് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് വരെ പറയുന്നത്. അപ്പൊ അത്രയും ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സർക്കാരാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെത്. അരവിന്ദ് കെജ്രിവാൾ കൊള്ളക്കാരനാണ്, കള്ളനാണ് എന്നാണ് ആര് പറയുന്നത്? കോൺഗ്രസ് പറയുന്നത്. അപ്പൊ ഇതേ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ യോജിച്ചാണ് 10 വർഷത്തെ ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിന് ശേഷവും ഇവിടെ ഡൽഹിയിലും BJPക്കെതിരായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷിയായിട്ട് മത്സരിച്ചത്. പക്ഷെ അതേ കോൺഗ്രസ് പറയാണ് ആം ആദ്മി പാർട്ടി ജനങ്ങളെ കൊള്ളയടിക്കുന്ന പാർട്ടിയാണ്, ഫ്രോഡ്, ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രോഡാണ് അരവിന്ദ് കെജ്രിവാൾ, അയാള് ആന്റി നാഷണൽ ആണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. അപ്പൊ BJPയും ഇതേ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി $1.6 മില്യൺ സിഖ് തീവ്രവാദി സംഘടനകളിൽ നിന്ന് വാങ്ങിയത്. അതേപോലെ തന്നെ അവരുടെ 14 MLAമാർ അഴിമതി കേസിൽ ജയിലിൽ പോയി, 8 മന്ത്രിമാർ ജയിലിൽ പോയി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊക്കെ ജയിലിൽ പോയി. അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ്. അപ്പം ഞങ്ങൾ അഴിമതിക്കെതിരെ സമരം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന
പാർട്ടി ലോക്പാൽ ബില്ല് അവതരിപ്പിക്കും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ലോക്പാൽ ബില്ല് കൊണ്ടുവരും എന്ന് പറഞ്ഞ പാർട്ടി അതൊന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. ആര്? കോൺഗ്രസും പറയുന്നുണ്ട്, BJPയും പറയുന്നുണ്ട്. ഇതിൽ കോൺഗ്രസ് പറയുന്നത് 2013 തങ്ങൾ ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ചില്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് ഇത് സഹിക്കേണ്ടി വരുമായിരുന്നില്ല. അതായത് ഞങ്ങൾ പിന്തുണച്ചത് കൊണ്ടാണ് 2013 ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത്. ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നിരുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതൊന്നും സഹിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പൊ അത്രയും ജനങ്ങളെ കൊള്ളയടിക്കുന്ന അഴിമതിക്കാരായ, ഒരു ഭാഗത്ത് അഴിമതിക്കെതിരെ സംസാരിക്കുകയും അഴിമതിക്കാരാകുകയും ചെയ്ത പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അതേസമയത്ത് കോൺഗ്രസിനെതിരെ കോൺഗ്രസ് BJPയുടെ ഒരു ബി ടീമായിട്ട്, അല്ലെങ്കിൽ BJPയുടെ ഫണ്ട് വാങ്ങി, അല്ലെങ്കിൽ BJP പറയുന്ന സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ ആം ആദ്മി പാർട്ടിയെ വിമർശിക്കുന്ന കോൺഗ്രസ് BJPയെ ഇതേപോലെ വിമർശിക്കുമോ എന്നാണ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ചോദിക്കുന്നത്. അപ്പൊ ഇതിനർത്ഥം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി പൂർണ്ണമായിട്ട് തകർന്നു കഴിഞ്ഞു. അപ്പൊ നേരത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തെയാണ് ഇന്ത്യ മുന്നണിക്കകത്ത ഘടകകക്ഷികൾ ചോദ്യം ചെയ്തെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷി ആം ആദ്മി പാർട്ടി പറയുന്നത് കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയിൽ തന്നെ പുറത്താക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ കോൺഗ്രസിന് ക്ഷീണം സംഭവിച്ചിരിക്കുകയാണ്, ഇന്ത്യ മുന്നണിക്ക് ക്ഷീണം സംഭവിച്ചിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഡൽഹിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ച ഡൽഹിയിൽ ഇത്തവണ അവർക്ക് ഭരണം നഷ്ടപ്പെടും എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നു, കോൺഗ്രസിന്റെ അധീശത്വം ചോദ്യം ചെയ്യപ്പെടുന്നു, കോൺഗ്രസിനെ തന്നെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ഉയരുന്നു. ഇങ്ങനെയൊരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്.